പ്രേതം, യക്ഷി, ഗന്ധർവൻ, ഇവരെ പറ്റിയെല്ലാം നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തന്ന കഥകളിൽ നിന്നും നാം കേട്ടിട്ടുള്ളതാണ്. അന്ന് നമ്മൾ ചെറുതിലെ ഉണ്ണാനും ഉറങ്ങുവാനും മടി കാണിച്ചിരുന്നപ്പോൾ അവർ പറഞ്ഞു തന്ന കഥകൾ. എന്നാൽ അതൊക്കെ നമ്മുടെ കുഞ്ഞു മനസ്സിൽ ഇടം പിടിച്ചു. പിന്നീട് അതൊക്കെ ശരിയാണെന്ന് തോന്നലുണ്ടായി. സ്വാഭാവികമായി മരിച്ചാൽ അത് പ്രേതമായി മാറുമെന്നും സ്ത്രീകൾ ദുർമരണപ്പെട്ടാൽ അവൾ യക്ഷിയായി മാറുമെന്നും സങ്കല്പം. പക്ഷേ ഇവരെയൊന്നും നമ്മൾ ആരും തന്നെ നേരിൽ കണ്ടിട്ടില്ല. ചിലർ പറയുന്നു അവർ കണ്ടിട്ടുണ്ടെന്ന്. അതവരുടെ വിശ്വാസം. അങ്ങനെ ദുരാത്മാക്കളുടെ ഒരു സംഗമം തന്നെ ഈ ഭൂമിയിലുണ്ടെന്നാണ് സങ്കല്പം. എന്തുമായിക്കൊള്ളട്ടെ, മരിച്ചാൽ പ്രേതമുണ്ടാകും, ദുരാത്മാക്കളുണ്ടാകും, യക്ഷിയുണ്ടാകും എന്ന് തന്നെ നമുക്കും വിശ്വസിക്കാം. പഴംപുരാണത്തെ നമ്മൾ അവഗണിക്കുന്നില്ല. നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞ കഥകൾ കെട്ടുകഥകളാവാം. അതങ്ങനെ തന്നെ നിലനിർത്തിപ്പോകാം. വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, അല്ലാത്തവർ അവരുടെ വിശ്വാസത്തിൽ അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കട്ടെ. നമ്മുടെ കഥയിലെ നായിക കള്ളിയങ്കാട്ട് മനയിലെ വസുന്ധര. അവൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ആ ആഗ്രഹങ്ങൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചു. ഒടുവിൽ ആ ആഗ്രഹങ്ങളോടുകൂടി ദുർമരണപ്പെടുന്നു. മരണശേഷവും ഗതി കിട്ടാതെ അലയുന്നവളെ ആര് ചതിച്ചു, ആര് വഞ്ചിച്ചു? കള്ളിയങ്കാട്ട് വസുന്ധരയുടെ കഥ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു.
കണ്ടായിരുന്നു. കുമാരേട്ടാ, ഒന്നും ഉണ്ടം പരിയൊന്നും വന്നില്ലേ? ഇല്ലടാ, കല്യാണി 2 ദിവസമായിട്ട് പുറത്താ. ആരുടെ പുറത്ത്? എടാ പുഷ്കര, ആരുടെയും പുറത്തല്ല, അവള് ചുവപ്പ് പൊടി കാണിച്ചെന്ന്. ഓ അങ്ങനെ. അപ്പൊ ഇനി ചുവപ്പോടി മാറാതെ ഉണ്ടം പൊരി കിട്ടിയാലെന്ന് അർത്ഥം. കല്യാണി ചുവപ്പോടി കാണിച്ചെന്ന് കുമാരേട്ടൻ എങ്ങനെ മനസ്സിലായി? എടാ പുഷ്കര, എല്ലാ ദിവസവും കട തുറക്കുന്നതിന് മുമ്പ് അവൾക്ക് പാല് കൊടുക്കുന്ന ഞാനല്ലേ? സംശയിക്കണ്ടടാ, പശുവും പാലാ. പാലിന് വില കൂടാൻ പോണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ചേട്ടാ, ഒരു ചായ. ശരി ശരി, ചായ വേണം അല്ലേ? ചേട്ടാ, എനിക്ക് കടുപ്പത്തൊരു ചായ എടുത്ത്. ഓ ഓ, പേപ്പറിൽ കണ്ടില്ല. ആ ആ, സാർ എവിടുന്നാ? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ആ, ഞാനേ കുറച്ച് ദൂരത്തുനിന്നാ. ആ, അല്ല, ഇവിടെ അടുത്തെങ്ങാനും വന്നാണോ? ഞാനൊരു എഴുത്തുകാരനാ. പേര് വിഷ്ണുവർദ്ധൻ. സ്വന്തമായിട്ടൊരു നോവൽ എഴുതാൻ പിന്നെ ഒരു വീട് വേണം, വാടകയ്ക്ക്. കുമാരേട്ടാ, ആ, നമ്മുടെ മറ്റേ വീടില്ലേ, അത് കൊടുത്താലോ? ഏത്? ആ വീടോ? എടാ, അത് ഈ സാറിന് ശരിയാകുമോ? സാറിന്റെ ബഡ്ജറ്റ് എത്രയാ? വാടക എത്ര കൊടുക്കാൻ പറ്റും? ഒരു 1500-2000. അതൊന്നും കൊടുക്കണ്ട സാറേ. ആ വീട് ഒരു 1500 രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങിച്ചു തരാം. എന്താ ചേട്ടാ, ആ വീട് കിട്ടത്തില്ല? കിട്ടും. കുറേ നാളായി ആ വീട്ടിൽ ആൾ താമസം ഇല്ലാണ്ട് കിടക്കുക. അതുകൊണ്ട് അതിൻ്റെ ഉള്ളൊക്കെ ആകെ താറുമാറായിട്ട് കിടക്കുക. അതൊക്കെ ക്ലീൻ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കുന്നാ പറഞ്ഞത്. എങ്കിലേ ഇന്ന് തന്നെ വീട് കിട്ടിയായിരുന്നെങ്കിലേ വളരെ ഉപകാരമായിരുന്നു. അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തോളാം. പിന്നെ ആ വീടിൻ്റെ ഉടമസ്ഥൻ ഇവൻ്റെ ഒരു അകന്ന ബന്ധുവാ. ആ വീട് വിൽക്കാൻ ഇവനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ല, സാറിന് കഥ എഴുതാനല്ലേ? തൽക്കാലം ഇവന്റെ റിസ്കിൽ ആ വീട് വാടകയ്ക്ക് തരാം. ചേട്ടൻ്റെ ഒരു ഉപകാരം ചെയ്യും. സാറിനെ കൂട്ടി വീട്ടിലേക്ക് പോകും. ഞാൻ താക്കോലുമായി വീട്ടിലേക്ക് വരാം. ശരി ശരി. ആ എന്നാ, ആ എടാ, നീ ഇങ്ങോട്ട് വന്നാൽ മതി, നമുക്ക് ഒരുമിച്ച് പോവാം. ആ ശരി ശരി. സാർ അല്പം നേരം ഇരിക്കുക, അവൻ വന്നിട്ട് പോകാം. സാർ നമസ്കാരം. തുറക്ക്.
ഞാൻ വസുന്ധര, ഈ വീടിന്റെ ഉടമസ്ഥ. നീ എന്താ ഇങ്ങനെ ഈ രൂപത്തിൽ? ഒരു ദുരാത്മാവാണ് ഞാൻ. ജീവിച്ചിരിക്കുന്നവരുടെ ഭാഷയിൽ മരിച്ചവരെ പ്രേതം എന്ന് വിളിക്കും. മരണപ്പെട്ടു കഴിഞ്ഞാൽ മരണാനന്തര ക്രിയകൾ നടത്തി ആത്മാവിനെ ശുദ്ധീകരിച്ച് ഭൂമിയിൽ നിന്നും പറഞ്ഞുവിടും. അതാണ് വിശ്വാസം. പിന്നീട് അവര് ദുരാത്മാക്കളായി ഭൂമിയിൽ അലഞ്ഞു തിരിയില്ല. പിന്നെ നീ എന്തിനാ ഇങ്ങനെ അലയുന്നത്? എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ വരും പോകും. അതിന് നിന്റെ അനുവാദം എനിക്ക് ആവശ്യമില്ല. നിനക്കെന്നെ ഭയമില്ലേ? ജീവിച്ചിരിക്കുന്നവരെയാണ് ഞാൻ ഭയപ്പെടുന്നത്, മരിച്ചവരെയല്ല. എന്റെ അനുവാദമില്ലാതെ നീ എന്റെ വീട്ടിൽ താമസമാക്കി. ഒഴിഞ്ഞു പൊക്കോണം ഇന്ന് തന്നെ എന്റെ വീട്ടിൽ നിന്ന്. ഞാനൊരു കഥാകൃത്താണ്. എന്റെ ജോലിയുടെ ഭാഗമായി ശാന്തമായി ചിന്തിക്കുവാനും നല്ലൊരു നോവൽ എഴുതുവാനും ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷമുള്ള വീടായിരുന്നു എനിക്ക് ആവശ്യം. അത് കിട്ടി. പക്ഷേ ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ വീടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാനാണ് തെറ്റ് ചെയ്തത്, ക്ഷമിക്കുക. നീ ആ നോവൽ എഴുതി തീർക്കോ? അതെന്താ? അതിനു മുമ്പ് നിന്നെ ഞാൻ കൊല്ലും. ഒരു യക്ഷിയുടെ കൈകൊണ്ടാണ് എന്റെ മരണമെങ്കിൽ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. വരൂ, ഞാൻ മരിക്കാനായി ഇരുന്നു തരാം. ഭയപ്പെട്ട് ഓടത്തില്ല. നിനക്കെന്നെ കൊല്ലാം. ഞാൻ ഇരുന്നു തരാം. വരൂ, നിനക്കെന്റെ രുധിരപാനം ചെയ്യാം. വസുന്ധരേ, വസുന്ധരേ, ആള് പോയോ? ഇനി വരുമായിരിക്കും. വന്നിരുന്നെങ്കിൽ കഥ എഴുതാൻ ഒരു കൂട്ടായനെ. എന്റെ അയ്യപ്പ. തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന
കഥയെടുത്ത് ഇടം വരെ സാറേ. ഇല്ല, തുടങ്ങിയില്ല. അങ്ങനെ പെട്ടെന്ന് എഴുതാവുന്ന സാധനമല്ല കഥ. അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എനിക്ക് ഈ നോവലിസ്റ്റുകളെ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താ? എനിക്കതിനുള്ള കഴിവില്ല. സാറിന് ഇവിടെ ഒറ്റ കിടക്കാൻ പേടിയില്ലേ? വേണേ ഞാനിവിടെ കൂടാ, എനിക്ക് കഥയെ കേൾക്കാമല്ലോ. എന്നാ പിന്നെ നിന്റെ കഥ കൂടി ഞാൻ എഴുതേണ്ടി വരും. എന്താ സാർ ഇങ്ങനെ? ഇങ്ങോട്ട് വരുമ്പോൾ ഒരെണ്ണം മേടിച്ചോണ്ട് വരട്ടെ. കഥയെടുത്തിന് ഒരു ഉഷാർ കൂടെ ആകും. ഹേയ്, അതൊന്നും ഞാൻ കഴിക്കാറില്ല. അതൊന്നും കഴിക്കാതെ എഴുതുന്ന ഒരു കഥാകൃത്താണ് ഞാൻ. പിന്നെ എനിക്ക് കൂട്ടൊന്നും വേണ്ട. പ്രേതം വന്നാലേ അത്യാവശ്യം രക്ഷപ്പെടാനുള്ള മന്ത്രങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോണ്ടി പൊക്കോ. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലേ ഞാൻ കുമാരേട്ടനോട് പറഞ്ഞോളാം. അപ്പൊ ഞാനങ്ങോട്ട് അയ്യോ അയ്യോ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ? संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्हिकम् कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्हिकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्त त्रैलोक्यं मङ्गलं कुरु उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्त त्रैलोक्यं मङ्गलं कुरु मातः समस्त जगतां मधुकैटभारेः वक्षो विहारिणि मनोहर दिव्यमूर्ते श्रीस्वामिनि श्रितजनप्रियदानशीले श्रीवेङ्कटेश. ചായയാണല്ലോ. സാറേ, ഞാനാ കുമാരൻ ചേട്ടൻ തന്നു കേട്ടോ. ചായയാ. സാറോടെ ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞു. അത് കൊള്ളാം. ഞാൻ എവിടെ പോകാനാ? അതിപ്പോ മനസ്സിലായി. ഞാനേ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്. എനിക്ക് ചായ മാത്രം പോരാ, എനിക്ക് പലഹാരം കൂടി വേണം. ദാ ഇത് കൊണ്ടുപോയിക്കോ. എന്നിട്ട് കുമാരേട്ടനോട് പറയണം ഞാൻ അവിടെ ഒന്ന് കഴിച്ചോളാം. നമ്മുടെ കല്യാണിയെ പോലെ തോന്നുന്നുണ്ടല്ലോ. കല്യാണിയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. അതങ്ങനെയാടാ. ചേട്ടാ, ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? ഒന്ന് ക്ഷമിക്കടാവേ, ഞാനിവിടെ ഒരു പണിയെടുക്കല്ലേ. കാശ് മുഴുവൻ പറ്റിപ്പൊക്കിലല്ലേ. ഇത്തിരി ക്ഷമിക്ക്. വെളുപ്പാൻ കാലത്തെ കടയിൽ കയറി വരും, എന്നിട്ട് 10 ചായയും കുടിക്കും. മുഴുവൻ പറ്റ്. ഇതെങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെന്ന് ആർക്കും ഒരു ചിന്തയില്ല. വാചകം അടിക്കാൻ പറ്റിയ സ്ഥലം കടയാണല്ലോ. ഇവന്മാർക്കൊക്കെ ചെലവിന് കൊടുക്കേണ്ടത് ഞാനാ. ഒന്നും പറയണ്ടടാവേ. വെളുപ്പാൻ കാലത്ത് ആ കല്യാണിയുടെ വീട്ടിൽ പാല് കൊടുക്കാൻ പോയതാ. എന്തോന്ന് കല്യാണിയുടെ വീട്ടിൽ പാല് കൊടുക്കാൻ പോയതാണോ അതോ വേറെ വല്ല പരിപാടിക്ക് പോയതാണോ? കരുതൊന്നും കൂടുതൽ വേണ്ട. മര്യാദക്ക് ചായ കുടിച്ചിട്ട് പോയാ മതി. കാശും തരികയല്ലോ സമയത്ത്.
രാവിലെ പത്രം തുറന്ന വെട്ടും കുത്തും കൊലപാതകവും പിന്നെ രാഷ്ട്രീയവും വായിച്ചു മടുത്ത്. പിന്നെ ഏത് തരത്തിലുള്ള വാർത്തയാണ് അതിനൊക്കെ വേണ്ടത്? അത് ഈ ധീരതയ്ക്കുള്ള അവാർഡോ ഓരോരുത്തർ എത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെയുള്ള വാർത്തകൾ ഇടാൻ പാടില്ല. പത്രമല്ല പുള്ളി, എല്ലാത്തരം ന്യൂസും കാണും. മണിയും പത്രം നോക്കുന്നത് ലോട്ടറി നോക്കാനല്ല. പണിയെടുക്കുന്ന കാശ് മുഴുവൻ വീട്ടിൽ കൊടുക്കുക, മുഴുവൻ ലോട്ടറി എടുത്ത് കൊടുക്കും. പിന്നെ ആ കള്ളി ഷാപ്പിലും. ഇവന്റെ പെണ്ണുമുള്ള ആ പാവം ശ്രീദേവി ആയതുകൊണ്ട് കൊള്ളാം. ഞാനിപ്പോ പണിയെടുക്കണ പണം മുഴുവനും വീട്ടിലാ കൊടുക്കണത്. അല്ലെങ്കിൽ അവള് വീട്ടിൽ കയറ്റുവാ. നല്ല കാര്യമായി. കുമാരേട്ടാ, നമ്മുടെ കഥ എഴുത്തുകാരൻ സാറ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ പുള്ളി രാവിലെ ഉച്ചയ്ക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാ പോകുന്നത്. നമ്മള് ഭയപ്പെടുന്ന പോലൊന്നും ഇല്ലടേ. ഇനിയിപ്പോ വീടും സ്ഥലവും പെട്ടെന്ന് കച്ചവടമാക്കാലോ. നേരത്തെ പ്രേതശല്യമുള്ള വീടെന്നല്ലേ നാട്ടുകാർ വിശ്വസിച്ചിരുന്നത്. ഇപ്പൊ ആ സാറിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ആ വിശ്വാസം അങ്ങ് മാറും. അത് ശരിയാണ്. ഒന്നും പറയാറായിട്ടില്ല. 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ താമസം തുടങ്ങിയിട്ട്. ഇവനെയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പോയി. കുമാരേട്ടനൊരു മകളുണ്ടായിരുന്നല്ലോ, ഒരു രമ. രമ ഇപ്പൊ എവിടെയാണ് ചേട്ടാ? അവളിപ്പോ ഭർത്താവ് പോയിട്ട് കുവൈറ്റില്ല. ഒരു കുട്ടിയുണ്ട്. മരിച്ചുപോയ വസുന്ധരയുടെ ഒറ്റ ചങ്ങാതി ആയിരുന്നില്ലേ രമ? കൊറേ നേരമായി ആ പള്ളിയിരുന്നത് ചിലക്കണം. പറയുന്നതിനൊക്കെ അവൻ ചിലക്ക. പോടാ. അല്ല പിന്നെ ശരിയാ, അവളുടെ കയ്യിലിരിപ്പുണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഓരോരുത്തരുടെ യോഗം. എന്തായാലും ചേട്ടനല്ലേ ഇതിൽ ലാഭം. ആ സ്ഥലവും വീടും ഒക്കെ ചുളുവിൽ സ്വന്തമാക്കിയില്ലേ? അത് നീ പറഞ്ഞത് ശരിയാ പുണ്ണി. അവളുടെ അച്ഛൻ സുഖയില്ലാണ്ട് കിടന്നപ്പോൾ ചികിത്സിക്കാൻ പണം കൊടുത്ത് സഹായിച്ചത് ഞാനല്ലേ. പിന്നെ പണം കൊടുക്കുമ്പോ എന്തെങ്കിലും രേഖ വേണമല്ലോ. അത് വേണം. അപ്പം മുദ്രപ്പേപ്പറിൽ ഒന്ന് ഒപ്പിട്ട് വാങ്ങി. നമുക്കും വേണ്ട ഒരു ഉറപ്പ്. രണ്ടുപേരും ചത്തപ്പോൾ സ്വാഭാവികമായി അവർക്ക് വേറെ അവകാശങ്ങളൊന്നും ഇല്ലായിരുന്നു. മറ്റു ബന്ധുക്കളൊന്നും ആരും ഇല്ലാത്തതിനാൽ അത് ഞാൻ എൻ്റെ പേരിലാക്കി. അത്രേ ഉള്ളൂ. അതിനാണ് ഈ ചതി എന്ന് പറയണത്. മതി മതി നീ പറഞ്ഞത്. നീ അങ്ങ് തലേക്കറല്ലേ. ആ പിന്നെ 2 മാസമായി നീ പറ്റിയ കാശ് ഇപ്പോൾ തരണം. അല്ലെങ്കിലേ നീ നിന്റെ വീടിൻ്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന ആടിനെ ഞാനിങ്ങോട്ട് അഴിച്ചോണ്ട് പോരുവേ. മണിയാ. ഏയ്, അതൊന്നും വേണ്ട ചേട്ടാ, ഞാൻ തരും. തരും തരും തരുമെന്ന് പറഞ്ഞിട്ടേ എൻ്റെ 100 പേരിൻ്റെ 2 ബുക്കാ തീർന്നിരിക്കണേ. നാളെ തന്നെ കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ എൻ്റെ വിധവങ്ങ് മാറും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. കഷ്ടം. കുമാരേട്ടാ. ആ സാറോ, വാ ഇരിക്കും സാറേ. ചായ ഞാൻ രമണൻ്റെ കൊടുത്തു വിട്ടിരുന്നല്ലോ. കൊണ്ടുവന്നിരുന്നു. ഓ, രാവിലെ എനിക്ക് കട്ടനാ ശീലം. പിന്നെ രാവിലെ കട്ടനോട് എന്തെങ്കിലും കഴിക്കാനും വേണം. അങ്ങനെയുണ്ടോ ഒരു ശീലം? കുഴപ്പമില്ല. ഇവിടെ ഇഡ്ഡലി, ദോശ, പുട്ട് എല്ലാം ഉണ്ട്. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഒരു 2 ഇഡ്ഡലി എടുത്തോണ്ട് വാ. ഓ ശരി. കടയിൽ ആളൊന്നുമില്ലല്ലോ. ഉണ്ടേ. വെളുപ്പിന് ഞാൻ 5 മണിക്ക് തുറക്കും. നല്ല കച്ചവട. ഇവിടെ ഒരുപാട് ആൾക്കാർ രാവിലെ നടക്കാൻ ഇറങ്ങുന്നുണ്ട്. പിന്നെ സ്ഥിരം കുടിക്കാരും വരുന്നുണ്ട്. പിന്നെ കൂലിപ്പണിക്കാരും. ഈ സമയം അധികം ആരും ഉണ്ടാവില്ല. ഒരു 12 മണിക്ക് കുറച്ച് ആൾക്കാർ വരും ഊണ് കഴിക്കാൻ. ഈ വസുന്ധര ആരാ ചേട്ടാ? വസുന്ധര? അതാരാ സാറേ? അല്ല സാറിന് ഇതെങ്ങനെ അറിയാം? അല്ല, ആ വീടിന്റെ ഭിത്തിയിലെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. അതിന്റെ അടിയിൽ വസുന്ധര എന്ന് എഴുതിയിട്ടുണ്ട്. അതാ ചോദിച്ചത്.
ആ പെൺകുട്ടിയുടെ വീട്ടിലാ സാറിപ്പോ താമസിക്കുന്നത്. അല്ല, അവരൊക്കെ ഇപ്പൊ എവിടെയാ ചേട്ടാ? ദൂരെ വല്ലയിടത്തുമാണോ? അതോ കല്യാണം കഴിച്ച് എവിടേക്കെങ്കിലും പോയോ? ഇല്ല, ആ പെൺകുട്ടി മരണപ്പെട്ടു. കൂലിപ്പണിക്കാരനായ രാജന്റെ മകളായിരുന്നു സുന്ദരിയായ വസുന്ധര. അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി. പിന്നെ അവളെ വളർത്തിയതും വലുതാക്കിയതും അച്ഛൻ രാജനാ. പെണ്ണ് പ്രായമായപ്പോ തന്ത തളർവാദം പിടിപെട്ട് കിടപ്പിലായി. പിന്നെ അവളുടെ പഠിത്തവും പോയി. വീട്ടിൽ മൊത്തം ദാരിദ്ര്യവും. അവസാനം അവൾ വീട്ടിൽ പലരെയും വിളിച്ചു കയറ്റുമായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവിടെ ആൾക്കാർ വരുന്നതും പോകുന്നതും? പലരും പറഞ്ഞു കേട്ടതാ. അവളൊരു പിഴയായിരുന്നു സാറേ. അവളുടെ അച്ഛനറിഞ്ഞാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം മകളെ കഴുത്തി എറിച്ചു കൊന്നു. അയാളും സ്വയം മരിച്ചു. അങ്ങനെ 2 ശവശരീരങ്ങൾ ആൾക്കാർ പിറ്റേ ദിവസം കണ്ടു. അവളെ അയാളെ കഴുത്ത് ഞെരിച്ചാണ് കൊല്ലുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അത് അയാൾ തളർവാദം പിടിപെട്ട് കിടന്ന മുറിയിൽ അയാളുടെ കൈകൾ വസുന്ധരയുടെ കഴുത്തിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കഴുത്ത് ഞെരിഞ്ഞിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചു രാജൻ മകളെ കൊന്നതാണെന്ന്. അല്ല, ഇതൊന്നും പോലീസിൽ അറിയിച്ചില്ലേ? അറിയിച്ചിരുന്നു. പോലീസുകാരും വന്നു. അവർക്ക് വേണ്ടി പറയാൻ വേണ്ടപ്പെട്ടവരാരുമില്ലായിരുന്നു. അങ്ങനെ ആ കേസ് തേഞ്ഞു മാഞ്ഞു പോയി. അല്ല, എത്ര നാളായി കാണും ഈ സംഭവം നടന്നിട്ട്? ഏകദേശം 10 വർഷമായി കാണും. ഏതായാലും വലിയ ചതിയായി പോയി. നിങ്ങൾ എല്ലാവരും കൂടി ചെയ്ത ചെയ്ത്തേ. ഒരു പ്രേതാലയം അല്ലേ നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് താമസിക്കാൻ എടുത്തു തന്നത്? നന്ദിയുണ്ട് കേട്ടോ. വല്ല കുഴപ്പവും? ഏയ്, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വല്ലതും ഉണ്ടായാൽ തന്നെ വസുന്ധര എന്നെ ഒന്നും ചെയ്യത്തില്ല. കാരണം ഞാനൊരു പാവാണെന്ന് അവൾക്ക് അറിയാം. എത്ര ചേട്ടാ? 35 രൂപ. ഇതാ. ആ. ഓരോരുത്തന്മാര് ആ, നീ എവിടെയായിരുന്നു? നിനക്ക് ഫോൺ അടിക്കണ കണ്ടുകൂടെ? ഞാൻ അപ്പുറത്തുണ്ടായിരുന്നടാ. ഞാൻ എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം. ആ നമുക്കൊരെണ്ണം മേടിക്കാം. പിന്നെന്താ മേടിക്കാം? എൻ്റെ 10-200 ഉണ്ട്. നോക്കട്ടെ. ഫുള്ളൊന്നും വാങ്ങിക്കണ്ടേ? ജയ് ജവാൻ ജയ് ജവാൻ ജയ്ക്ക് അത് മതി. വാ പോവാം. എന്നാ പോയേക്കാം. അതെങ്ങനെ പോകും? വണ്ടി ഉണ്ടോ? പോയേക്കാം. എന്നാ അങ്ങോട്ട് പോവാം. ഷെയർ മേടിച്ചല്ലേ, നമുക്ക് അവനും കൂടെ കൊടുക്കണം. വണ്ടി എടു കേട്ടാ. ഒന്ന് അവനെ ഒന്ന് വിളിച്ചാൽ നീ ഞാൻ ഹെൽമെറ്റ് എടുത്ത് വീടാ. അയ്യോ സുന്ദര, ഒരു രക്ഷോട് വസുന്ധര ഇറങ്ങിയിട്ടുണ്ട്. ഇതേക്ക് ഉടമരേ സാറേ.
ഇല്ല, തുടങ്ങിയിട്ടില്ല. അതെന്ത് പറ്റി? പുതിയ കഥയല്ലെന്നേ. എന്നാലും എത്ര നാളെടുക്കും? അതിനൊക്കെ ഒരു സമയമെടുക്കും. ഒരു മൂടൊക്കെ വേണ്ടേ? അല്ല, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ധൃതി വെക്കണ്ട. തനിക്കറിയാലോ, ഞാൻ ഈ മദ്യവും മദിരാശയൊന്നും ഇല്ലെന്ന്. ചിലർക്ക് അതൊക്കെ ഉപയോഗിച്ചാലേ കഥ വരത്തുള്ളൂ. ഒരു ഉന്മേഷമൊക്കെ വരൂ, അതൊക്കെ വെറുതെയാ. എടോ, ഞാൻ ധൃതി വെക്കുന്നത് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ഒക്കെ നോക്കണ്ടേ? ശരി ശരി, ഞാൻ വിളിക്കാം. വന്നല്ലോ. ഞാനേ വസുന്ധരയോട് കാര്യം ചോദിക്കട്ടെ? അല്ല, എന്നെ മാത്രം എന്താ ഉപദ്രവിക്കാതിരിക്കുന്നത്? അല്ല, സാധാരണ പ്രേതങ്ങള് മനുഷ്യരെ കൊന്ന് രക്തം കുടിക്കുമെന്നാണല്ലോ സങ്കല്പം. കുട്ടിക്കാലം മുതലുള്ള കേട്ടറിവ് അങ്ങനെ തന്നെയാ. നിങ്ങളെ കണ്ടിട്ടൊരു പാവമാണെന്ന് തോന്നി. എന്തിനാ ചിരിക്കുന്നത്? ആദ്യമായിട്ടാണ് ഒരു യക്ഷി ഞാൻ പാവമാണെന്ന് പറയുന്നത്. ദേഷ്യപ്പെടണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അതെ, ഞാൻ ഇന്ന് ഇയാളുടെ ഒരു കഥ കേട്ടു. ശരിയാണോന്ന് അറിയത്തില്ല. കുമാരൻ പറഞ്ഞ കഥയല്ലേ? അതെങ്ങനെ വസുന്ധരയ്ക്ക് മനസ്സിലായി? ഞാൻ ആത്മാവല്ലേ, പലയിടത്തും സഞ്ചരിക്കും. നിങ്ങൾ കഥ പറയുമ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കെട്ടുകഥയാണോ? വിശ്വസിച്ചോ? ഇല്ല. എന്തേ? അത് സത്യമല്ലെന്ന് എനിക്ക് തോന്നി. വസുന്ധര എങ്ങനെയാണ് മരിച്ചത്? വസുന്ധരയെ കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. യഥാർത്ഥ സത്യങ്ങൾ. മോളെ, മോളെ, ആ പാല് പാത്രം ആ പുണ്ണിയുടെ കൊടുത്താൽ മതി കേട്ടോ. ആ
തന്നനാന തന്നാനാന തന്നനാന തന്നാനാന തന്നനാന തന്ന. ചേട്ടാ 2-3 ലോട്ടറി എടുത്തിട്ടുണ്ട്. ഇതിൽ അടിക്കുന്നത് ഏതാന്ന് നോക്കിയ ചേട്ടാ. ഇത് വല്ല അടിക്കുവാ? ആ അത് മതി. നീ ആ നോക്ക. ഞാൻ നോക്കിക്കോളാം, നീ നോക്ക്. എടാ മണിയാ വല്ലതും അടിച്ചോടാ. ആ അടിക്കുവാൻ നോക്കിയാ ആർക്കിട്ട്? ഈ കുമാരേട്ടൻ. കുമാരേട്ടൻ്റെ ഓരോ കാര്യം. ഓ ഓ എന്താ കുമാരേട്ടാ? കുമാരേട്ടൻ്റെ നോട്ടി ഇപ്പം കൂടിയല്ലോ. എടാ സാധനം പഴുത്തിരിക്കുക. അന്നുകൊണ്ട സാധനേ കല്യാണത്തോട് ഭർത്താവേ ഞാനേ. കുമാരേട്ടോ, കുമാരേട്ടൻ്റെ കൊലയായിട്ട് കല്യാണം വരുന്നുണ്ട്. കുമാരേട്ടൻ്റെ കൊല കല്യാണിയുടെ കയ്യിലാ. എന്റെ കൊല കല്യാണിയുടെ കയ്യിലെന്നേ. എടാ എന്റെ കാലിന് സുഖമില്ലാത്തതുകൊണ്ട് കല്യാണി മാർക്കറ്റിൽ പോയപ്പോൾ ഒരു ഏത്തക്കാ കൊല കൂടെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അതാണ് അവള് കൊണ്ടുവരുന്നത്. അല്ലാണ്ട് എൻ്റെ എടാ ഇതെങ്ങാനും എൻ്റെ ഭാര്യ കേട്ടോ അല്ലേ? കൃഷ്ണ ഗുരുവായൂരപ്പ, എൻ്റെ ജീവിതം പോക്ക. കുമാരേട്ടാ ഉണ്ടയില്ലേ? തപ്പി നോക്കിയാ മതി. എടാ അലമാരിക്കകത്ത് നോക്ക്, അപ്പൊ വിശദമായിട്ട് കാണാം. ഉണ്ടയുണ്ടോ, വടയുണ്ടോ, ഉഴുന്ന് വടയുണ്ടോ? ഉണ്ടയില്ലേ? ഒരു സത്യം ഞാൻ ചോദിച്ചോട്ടെ? ഓ അവൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സത്യം ചോദിക്കാൻ വന്നു. ആ പറയടാ. ഈ കല്യാണിയായിട്ട് എന്താ ഒരു കല്യാണിയായിട്ട് എന്താ ഒരു ബന്ധം പറയാൻ വന്നിരിക്കണം. ഒരു വീക്ക് വെച്ചേരും ഞാൻ. എന്താടാ മണിയാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? കാര്യം പറയടാ. കാര്യം പറയടാ, മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ. ഞാൻ ആകെ വിഷമത്തിലാടാ. അതെനിക്ക് മനസ്സിലായി. ആ വിഷമത്തിന്റെ കാര്യം പറയടാ. എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല. ഇനി വല്ല കൊറോണ ബാധിച്ചാണോടാ? നിനക്ക് ചിരി, എൻ്റെ മനുഷ്യന്റെ ഉള്ളിൽ തീയ. വല്ല പനിയ ജലദോഷം വല്ലതും ആണോടാ? അല്ല. നീ രോഗവിവരമൊന്നും പറയുന്നില്ല. എന്താടാ കാര്യം? അവളുടെ വയറ്റിലൊരു മുഴ. എന്നിട്ട് 2 ദിവസം മുമ്പ് വയറുവേദന പറഞ്ഞിട്ട് ഡോക്ടറിൻ്റെ ഒക്കെ കൊണ്ടുപോയി. അശ്ശോ. ഡോക്ടറാ പറഞ്ഞത് വയറ്റിൽ മുഴയാന്ന്. അത് എത്രയും പെട്ടെന്ന് കളഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ ക്യാൻസർ ആകുമെന്ന്. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, അതങ്ങോട്ട് കളഞ്ഞേരി. ഒട്ടും സമയങ്ങളണ്ടാ. അതല്ലടാ, അതിന് പണം വേണ്ടേ? അതിന് സർക്കാർ ആശുപത്രിക്ക് കാശ് വേണോ? എടാ അവള് സർക്കാർ ആശുപത്രി പോയല്ലെന്നാ പറയണത്. അവക്ക് പേടിയാന്ന്. ഇത് പ്രൈവറ്റ് ആശുപത്രി. ഒരു കണക്കോർത്താ സർക്കാർ ആശുപത്രി പോകാതിരിക്കുക നല്ലത്. അവിടുത്തെ ഡോക്ടർമാർക്ക് കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ ജീവൻ തന്നെ പോവും. അപ്പൊ പിന്നെ എന്ത് ചെയ്യൂടാ? അതിനൊക്കെ ഒരുപാട് കാശ് വേണ്ടടാ. എല്ലാം കൂടെ ഒരു 50,000 രൂപ വരുമെന്നാ പറഞ്ഞത്. അയ്യോ ആണോ? ഞാൻ അന്വേഷിച്ച് എല്ലാം കൂടെ. ഇനിയിപ്പോ ഇത്രയും കാശ് എങ്ങനെ ഉണ്ടാക്കൂടാ? നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാവോ? കൊള്ളാം. വീടിന്റെ ലോണടക്കാൻ രക്ഷയില്ല. 6 മാസമായിട്ട് അതിന്റെ കുടിശ്ശിക വന്ന് കിടക്കുക. പിന്നെ എന്താടാ ഒരു മാർഗം? പിന്നെ എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. ആ കുമാരനേട്ടനോട് ചോദിച്ചാൽ. അതെ, നമുക്ക് കുമാരേട്ടനോട് ചോദിക്കാം. അയാളുടെ കയ്യിൽ പൂത്ത പണമുണ്ട്, മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കിയ പൈസ. ഒന്നും അല്ലെങ്കിലും
അയാളുടെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുകന്നല്ലേ നമ്മൾ. ആ ആ ചോദിച്ചു നോക്കാം അല്ലേ? അതെ. പോരാത്തതിന് ആ വസുന്ധരയുടെ വീടും പറമ്പും ചുളുവിനെ അടിച്ചു മാറ്റിയതല്ലേ? അത് അയാൾക്കും അറിയാം, നമുക്കും അറിയാം. അത് ശരിയാ. ചോദിച്ചു നോക്കാം അല്ലേ? സാരമില്ലടാ, വാ. നീ എന്നെ ഭയപ്പെടുത്താന്ന് കരുതണ്ട. നിന്റെ കയ്യാങ്കളിയൊന്നും എന്റെ അടുത്ത് നടക്കത്തില്ല. ഞാനേ മന്ത്രം പഠിച്ചവനാ. അതെനിക്ക് മനസ്സിലായി. ഈ സിനിമാക്കാരെയും കഥയെഴുത്തുകാരെയും എനിക്കിഷ്ടമാണ്, ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. അതാ നിങ്ങൾ ഇങ്ങനെ എന്റെ മുന്നിലിരിക്കുന്നത്. ശരി, നല്ലത്. നിന്റെ കഥ ഞാൻ സിനിമയാക്കാം. നാട്ടുകാർ പറയുന്നതല്ല യഥാർത്ഥ കഥയെന്ന് എനിക്കറിയാം. എനിക്ക് യഥാർത്ഥ കഥയാണ് അറിയേണ്ടത്. അത് പറ, ഞാനത് എഴുതാം, സിനിമയാക്കാം. സത്യമാണോ പറഞ്ഞത്? എന്റെ കഥ എഴുതോ, സിനിമയാക്കോ? സത്യം. ഇനി ഞാൻ എഴുതുന്നതും സിനിമയാക്കുന്നതും നിന്റെ കഥയായിരിക്കും. എങ്കിൽ ഞാൻ പറയാം. കഥ കേട്ടിട്ട് എന്നെ ചതിച്ച നിന്നെ ഞാൻ കൊല്ലും. അമ്പലത്തിൽ വെച്ച് കുറെ പേര് നിന്നെ നോക്കണേ ഞാൻ കണ്ടു കേട്ടോ. സത്യാണോടി നീ പറയുന്നത്? നിന്റെ സൗന്ദര്യം കണ്ടിട്ടായിരിക്കും അവര് നോക്കിക്കൊണ്ട് നിന്നെ. നീ വെറുതെ ഒരൊന്നും പറയാതെ. നീ എന്ത് സുന്ദരിയാടി. ഒന്ന് പോടി. എടി ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. എന്നെ സൗന്ദര്യം നിനക്ക്. ഞാനായിരുന്ന വല്ല സിനിമയിലും അഭിനയിച്ചേനെ. ഇങ്ങനെ നിന്നെ കണ്ടു കഴിഞ്ഞാൽ വല്ല സിനിമാക്കാരും കൊത്തിക്കൊണ്ടു പോകും. അത്രയ്ക്കൊക്കെ സൗന്ദര്യം ഉണ്ടോടി എനിക്ക്? സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എനിക്ക്. ആരെങ്കിലും വിളിക്കണ്ടേ? കൊച്ചു കള്ളി, അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടാ നടക്കുന്നേ. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറയാൻ പാടില്ലായിരുന്നോ? ഞാൻ ശരിയാക്കി തരില്ലായിരുന്നോ? നിനക്കറിയൂ സിനിമാക്കാരെയൊക്കെ? പിന്നില്ലാതെ. എന്റെ അച്ഛന്റെ സ്വന്തക്കാരനല്ലേ സംവിധായകൻ കാർത്തിക് മേനോൻ. കഥാ, തിരക്കഥ, സംഭാഷണ സംവിധാനം എല്ലാം പുള്ളിക്കാരൻ തന്നെയാ. ഈയിടെ സൂപ്പർ ഹിറ്റായ ഉഡായിപ്പിന്റെ ഉസ്താദ് എന്ന സിനിമ കാർത്തിക് അങ്കിളിന്റേതാ. എന്നാ നീ ആ സിനിമാക്കാരെ കണ്ടെന്ന് പറ. നായികയായിട്ട് അഭിനയിക്കാൻ ഇവിടെ ഒരു നടിയുണ്ടെന്ന്. ധൃതി പിടിക്കാതെ, ഞാൻ പറയാം. അങ്കിളിന്റെ സിനിമയിൽ അഭിനയിച്ച പിന്നെ ലേഡി സൂപ്പർ സ്റ്റാറാ. പിടിച്ചാ കിട്ടത്തില്ല മോളെ. എന്താ സിനിമ നടി, ഇപ്പോഴേ സ്വപ്നം കാണുവാ? ഒന്ന് പോടി. സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചോ? അങ്കിളിനെ കാണാനുള്ള വഴി ഞാൻ ഒപ്പിച്ചു തരാം, പോരെ? എങ്കി നടക്ക്. സിനിമ നടിയാവുമല്ലേ?
ഒരുപാട് നേരമായോ വന്നിട്ട്? ഇല്ല, കുറച്ചു നേരം ആയുള്ളൂ. എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോണെന്ന് അച്ഛനോട് കള്ളം പറഞ്ഞിട്ടാ പോകുന്നത്. നിനക്ക് കള്ളം പറയാൻ പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കണമെന്നില്ലല്ലോ. അതിന് ജന്മസിദ്ധമായ കഴിവുണ്ടല്ലോ നിനക്ക്. ഒന്ന് പോ സാറ്. പിന്നെ അന്ന് വൈകിച്ച പോലെ ആവരുത്. നേരത്തെ വിട്ടേക്കണം. നിന്നെ ഇന്ന് നേരത്തെ വിട്ടേക്കാം. അതുപോലെ ചോദിച്ചെങ്ങ് തന്നേക്ക്. സാധാരണ എല്ലാരും ജോലി കഴിഞ്ഞ ശേഷമാ കൂലി മേടിക്കുന്നത്. ഇതിപ്പോ രമയ്ക്ക് ഈ ജോലി ചെയ്തിട്ട് വേണ്ട എന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ. എന്റെ കുടുംബത്ത് നല്ല സ്വത്തുണ്ട്, അതും അത് ഞങ്ങൾക്ക് ജീവിക്കാൻ. പിന്നെ ഇതൊരു പോക്കറ്റ് പണിയല്ലേ? ഇന്നാ നീ ചോദിച്ചത് മുഴുവനും ഉണ്ട്. രൊക്കം 10,000 രൂപ ഒരേ. എണ്ണുന്നില്ലേ? ഇല്ല, സാറിന് എനിക്ക് വിശ്വാസം. സേഫ്റ്റിയുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ടല്ലോ. ആ ഓക്കെ. വാ കയറ്. ഇന്നത്തെ എറണാകുളം ട്രിപ്പ് എങ്ങനെയുണ്ട്? അടിപൊളി. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. 5000 പൊട്ടിയാലെന്താ? ഈ രമയുടെ കഴിവ് മനസ്സിലായില്ലേ? നിനക്ക് തന്ന 10,000 മേലെ ഒരു 5000 രൂപ കൂടെ പിടിച്ചു. അയ്യോ, അച്ഛൻ ഇന്നെ തീർത്തത് തന്നെ. രാത്രിയായാലോ, ഇനി എന്ത് ചെയ്യും? ബ്രഹ്മാവിനാണോ ആയുസിന് പഞ്ഞം? ഒരു കള്ളം പറയാൻ നിനക്ക് എത്ര സമയം വേണം? ഇറങ്ങി. ആ ഞാൻ ഇയാളുടെ വീട്ടിലേക്ക് വരായിരുന്നു. ലോൺ എടുത്തേണ്ട പലിശ പോലും കൊണ്ട് അടച്ചിട്ടില്ല. ഇങ്ങനെ പോയ എന്ത് ചെയ്യും? സണ്ണിച്ചായനെ ഞാൻ അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. ഇനിയൊട്ടും വൈകണ്ട, കുറച്ച് പൈസയിലും കൊണ്ട് അടക്കി. ഇല്ലെങ്കിൽ പ്രശ്നവും. ബാങ്കിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടാവും. സണ്ണിച്ച വൈകാതെ തന്നെ ഞാൻ പലിശ കൊണ്ട് അടയ്ക്കാം. എൻ്റെ സ്വന്തം റിസ്കിലാണ് ഞാൻ നിനക്ക് ലോൺ കടിയാക്കി തന്നത്. ഇയാളുടെ അച്ഛൻ എൻ്റെ അപ്പൻ്റെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഒരു പരിഗണന തന്നത്. ഞാൻ ബാങ്ക് മാനേജർ ആയതുകൊണ്ട് മാത്രമാണ് ഈ ലോൺ തരപ്പെടുത്തി തന്നത്. ബാങ്ക് ജപ്തി നടപടിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നിസ്സഹായനാണ്. എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അച്ഛൻ എങ്ങനെയുണ്ട് ഇപ്പോൾ? ഒരു കുറവുമില്ല. മറ്റേതെങ്കിലും ആശുപത്രി കൊണ്ടുവന്ന് വെച്ചാ അതിനുള്ള വരുമാനവും ഇല്ല. അച്ഛന് മാസം കിട്ടുന്ന പെൻഷൻ കൊണ്ട് കഷ്ടിച്ച് ചെലവ് നടന്നു പോകുന്നു. എന്നാ ഇതിരിക്കട്ടെ, എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക.
ഇതൊന്നും വേണ്ടായിരുന്നു സണ്ണിച്ച. സണ്ണിച്ചായന് ഇതൊക്കെ ബുദ്ധിമുട്ടല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഒരു സഹായമല്ലേ. ഏതായാലും ബാങ്കിലെ ലോൺ കുറച്ചെങ്കിലും കൊണ്ട് അടയ്ക്കാൻ നോക്ക്, എല്ലാം ശരിയാവും. എന്നാ ശരി, ഓക്കെ. എടി, നിന്നെ ഞാൻ എവിടെയൊക്കെ നോക്കി. നീ ഇവിടെ വന്നിരിക്കുവാണോ? എന്താ, എന്തു പറ്റി? നീ കരയുവാണോ? അച്ഛൻ പറഞ്ഞു അഭിനയിക്കാനൊന്നും പോണ്ടെന്ന്. അയ്യോ, ഞാൻ എല്ലാം അങ്കിളിനോട് പറഞ്ഞ് ശരിയാക്കി വെച്ചിരിക്കുകയാണല്ലോ. എന്റെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം മണ്ണടിയും. ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? നിന്റെ അച്ഛൻ്റെ അടുത്ത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. നീ വരുവോ എന്റെ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ? ആ, ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. എന്റെ ഒപ്പം അങ്കിളുടെ കൂട്ടുകാരൻ നിർമ്മാതാവും വരുന്നുണ്ട്. നീയാടി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി. നീ വലിയ നടിയൊക്കെ ആവുമ്പോ എന്നെ മറക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആരാ മോളെ ഉമ്മറത്ത്? അച്ഛാ, രമ പറഞ്ഞ സിനിമാക്കാരാ.
കേട്ടോ കുട്ടി? ഞങ്ങൾ ഒരുപാട് പെൺകുട്ടികളെ സിനിമ കേട്ടിട്ടുണ്ട്. അവരൊക്കെ വലിയ നടികളുമായിട്ടുണ്ട്, പണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കാറായി, ബംഗ്ലാവായി, പത്രാസായി. അങ്ങനെ വസുന്ധര ഞങ്ങൾ വലിയൊരു നടിയാക്കും. ലേഡി സൂപ്പർ സ്റ്റാർ വസുന്ധര. പിന്നെ വലിയ നടിയൊക്കെ ആകുമ്പോഴേ ഈ ഉള്ളവന്മാരെ ഒന്നും മറന്നു പോരുത് കേട്ടാ. പിന്നെ വസുന്ധരയുടെ ഡേറ്റിന് വേണ്ടി ഞങ്ങൾക്ക് തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ടി വരും. ഡേറ്റ് തന്നേക്കണേ. കറക്റ്റ് സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു നടിയുടെ മുഖമാണ് നിനക്ക്. നല്ല അവസരം കിട്ടും അല്ലേ? സെലിബ്രിറ്റി ആയി കഴിഞ്ഞാ രക്ഷപ്പെട്ടില്ലേ? പിന്നെ നടിയാകണമെങ്കിൽ ചില വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടി വരും. എനിക്ക് സിനിമയിൽ അഭിനയിക്കണ്ട. സാർമാര് പോയിക്കേ, ഞാൻ രമയോട് പറഞ്ഞു കൊടുക്കും. രമയോട് പറഞ്ഞു കൊടുക്കും. നിന്റെ പേര് പറഞ്ഞുകൊണ്ട് രമ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്നെ ഉപദ്രവിക്കരുത്. റൂമിൽ നിന്ന് പുറത്തു പോ. അങ്ങനെ പോയാലെങ്ങനെ മോളെ? എടാ ദ്രോഹികളെ, ഇതിലാണോടാ വന്നത്? എന്റെ മകളൊന്നും ചെയ്യല്ലടാ, പോടാ. എന്റെ മോളെ വിടടാ. ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലേ? മോളെ, എന്റെ മോളൊന്നും ചെയ്യല്ലേ മോളെ. മോളെ ഇറങ്ങിയോട് മോളെ. മോളെ, എന്റെ മോളെ, എന്റെ മോളെ, മോളെ. എന്തൊരു വിധിയാണ് ഈശ്വര. എന്റെ മോളെ രക്ഷിക്കാൻ ആരുമില്ലേ? മോളെ രക്ഷപ്പെട്. ആരുമില്ലേ? എന്റെ മോളെ രക്ഷിക്കൂലേ? സുഖയില്ലേ? എടാ വസുന്ധരയുടെ അച്ഛൻ പോടാ. പോയി. അയ്യോ
രാജൻ മകൾ വസുന്ധരയെ കഴുത്തിരിച്ച് കൊന്നേ. ഇതാണ് എന്റെ യഥാർത്ഥ കഥ. അല്ലാതെ നാട്ടുകാർ പറയുന്നത് പോലെ എന്റെ അച്ഛനല്ല എന്നെ കൊന്നത്, ആ ദുഷ്ടന്മാരാ എന്നെ കൊന്നത്. ആ എനിക്കറിയാമായിരുന്നു യഥാർത്ഥ കഥ നാട്ടുകാർ പറയുന്നതല്ലെന്ന്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, അവൾ രമ, എന്നെ ആത്മാർത്ഥമായി വഞ്ചിക്കുകയായിരുന്നു. സിനിമാ മോഹവുമായി നടക്കുന്ന പെൺകുട്ടികൾ എന്റെ അനുഭവം ഒന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. നിന്റെ ഈ കഥ ഞാൻ വെള്ളിത്തിരിൽ കൊണ്ടുവരും. ഈ കഥ നിന്റെ യഥാർത്ഥ കഥയായിരിക്കും. ഇവിടുത്തെ നാട്ടുകാരത് മനസ്സിലാക്കട്ടെ. നിയമം അവരെ ശിക്ഷിക്കണം. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. എന്റെ കഥയെങ്കിലും സിനിമയാക്കുമല്ലോ, അതോർത്ത് സന്തോഷിച്ചോളാം. ഇനി നീ കരയരുത്, സന്തോഷിക്കേ. ഏകാന്ത
മുൻപേ അഴലിലെൻ പ്രണയമഴ പെയ്തൊഴിഞ്ഞു ആ നോവിൽ നിന്നിതളം കൊഴിഞ്ഞു മധുരമാമോർമ്മ മാറോടു ചേർക്കുവാൻ നിനവുകൾ നീ തന്നകന്നു നിന്റെ മൊഴികളെന്നിൽ കവിതയായി നിറഞ്ഞു അഴലിലെൻ പ്രണയമഴ പെയ്തൊഴിഞ്ഞു പെയ്തൊഴിഞ്ഞു. കുമാരേട്ടാ ഒരു കാപ്പി. ആയിക്കോട്ടെ. പത്രം കിട്ടുവന്നേ, നിങ്ങൾ ലോട്ടറി നോക്കാനാ. ആ കഥ എഴുതി തീരാറായോ? എഴുതി തീരാറായി. പക്ഷേ ഞാൻ എഴുതി തുടങ്ങിയ കഥയല്ല ഇപ്പോ. ഞാനിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒരു വെറൈറ്റി കഥയാണ്. അതെന്ത് കഥ? വെറൈറ്റി കഥയോ? വസുന്ധരയുടെ കഥ. അത് കലക്കി. അപ്പൊ കഥയിൽ ഞങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങളെ എല്ലാവരും ഉണ്ട്, പ്രത്യേകിച്ച് കുമാരേട്ടൻ. ആ കഥയിലെ അല്പം ടിസ്റ്റ് ഉണ്ട്. കഥയിലെ വില്ലനെ കുമാരേട്ടനാ. അതെന്താ ഞാൻ വില്ലൻ? എന്താ കുമാരേട്ടൻ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ? അത് ഏയ് ഒന്നുമില്ല. മോളിൽ ചൂട്, അകത്തുനിന്നുള്ള ചൂട്, മൊത്തം ഒരു ചൂട്. ഇവിടുത്തെ നാട്ടുകാർ പറയുന്നതല്ല യഥാർത്ഥ കഥയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ആ കഥയില് ഞാൻ എഴുതുന്ന നായകന്മാരെല്ലാം വില്ലന്മാരാ. യഥാർത്ഥ കഥയിലെ വില്ലൻ അവളുടെ അച്ഛൻ തന്നെയാ, രാജൻ തന്നെയാ. വില്ലത്തി അവൾ വസുന്ധര. അവളൊരു ദുർനടപ്പുകാരിയായിരുന്നു. രാജൻ അതിനെ എതിർക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ രാജൻ അവളെ തീർക്കുകയും ചെയ്തു. അങ്ങനെയല്ലല്ലോ ചേട്ടാ. രമയും ആ സിനിമാക്കാരും ചേർന്ന് അവളുടെ ചാരിത്രത്തിന് വില പറഞ്ഞു. അത് വസുന്ധര സമ്മതിച്ചില്ല. ആ സിനിമാക്കാർ രണ്ടുപേരും കൂടിയാണ് അവളെ കൊലപ്പെടുത്തിയത്. ആ കൊലക്കുറ്റത്തിന് നിങ്ങളുടെ മകളും കൂട്ടുനിന്നു. ഇതാണ് യഥാർത്ഥ കഥ. അല്ല, ഇതൊരു കെട്ടുകഥയാണ്. ഇതല്ല യഥാർത്ഥ കഥ. അതല്ല യഥാർത്ഥ കഥയെങ്കില് ചേട്ടൻ എന്തിനാ ചൂടാവുന്നത്? കൂൾ ഡൗൺ, കൂൾ ഡൗൺ. ഹലോ, എന്തേലും തീരുമാനിച്ചോ? ഞങ്ങൾ ആലോചിച്ചിരിക്കുക. അവനാ വിഷ്ണു. ഒന്നെങ്കിൽ പോലീസ്, അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിക്കാൻ വന്ന CBI ഉദ്യോഗസ്ഥൻ. മനസ്സിലായോ? അവനെ കണ്ടിട്ട് ഒരു പോലീസിന്റെ ലുക്കുണ്ട്. ചിലപ്പോ CBI-കാരനും ആകാം. രണ്ടായാലും നമുക്ക് പണിയാം. അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. നമ്മുടെ നാട്ടിൽ വന്ന് വെറുതെ അങ്ങനെ അവൻ പോവണ്ട. ഞാൻ ആ ഇടക്കൊച്ചി ബാലുവിനെ വിളിച്ചിട്ടുണ്ട്. ഏത്? നമ്മളെ ബാലു വന്നനോ? അവന്റെ കാര്യം പോക്ക. അവന്റെ കാര്യം പോക. അത് ഞങ്ങളേറ്റ്. അത് ഞങ്ങളേറ്റ്. അത് ഞങ്ങളേറ്റ്. അത് ഞങ്ങളേറ്റ്.
ആരാണോ നിന്റെ അയച്ചത്? നിക്കണോടെ എടാ നിക്ക. അമ്മേ, കുമാരേട്ടൻ തന്ന പൈസ എന്തിടാ? അയാള് ആര് തന്നില്ലെന്ന്? അത് കുമാരേട്ടൻ പറഞ്ഞല്ലോ നിന്റെ തന്നെന്ന്. എന്റെ പൈസ താടാ, മര്യാദയ്ക്ക് കളിക്കാതെ എന്റെ പൈസ താടാ, പൈസ താടാ എന്റെ. നന്നായി അടി വാങ്ങിയ ലക്ഷണം ഉണ്ടല്ലോ. അടി വാങ്ങിയതിനേക്കാൾ കൂടുതൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് താൻ കണ്ടല്ലോ, അവനെ തോറ്റോടി പോയത്. ആ കണ്ടു കണ്ടു, എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഒന്ന് സഹായിക്കാൻ പാടില്ലായിരുന്നോ? എന്തിന്? കൊള്ളാം കൊള്ളാം. യഥാർത്ഥ സത്യം അന്വേഷിച്ച് നടക്കുമ്പോ പ്രതിയോഗികൾ ഉണ്ടാവും. അവർ പ്രതികരിക്കും. നല്ലവരെ ക്രൂശിലേറ്റും. അതാ നാട്ടു നടപ്പ്. ഓ ഫിലോസഫി. എന്തായാലും ഞാൻ തീരുമാനമെടുത്തു. ഇതൊരു നോവലാക്കില്ല, ഒരു സിനിമ തന്നെ എടുക്കും. അത് ജനങ്ങളിൽ എത്തിക്കും. അവര് തീരുമാനിക്കട്ടെ ഇനി എന്ത് ചെയ്യണമെന്ന്. അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. വസുന്ധരയെ കൊന്നവരെ ശിക്ഷിക്കപ്പെടണ്ടേ? 4 വർഷങ്ങൾക്ക് മുമ്പ് അയ്യപ്പ ദർശനത്തിന് പോയ വാഹനം മറിഞ്ഞ് 2 പേര് മരിച്ചിരുന്നില്ലേ? അത് അവന്മാരായിരുന്നു. അത്ഭുതകരമായി ബാക്കിയുള്ളവരെ രക്ഷപ്പെട്ടു. അവന്മാർക്ക് അയ്യപ്പ സ്വാമി ശിക്ഷ കൊടുത്തു. സ്വാമിയേ ശരണമയ്യപ്പ. ഇനിയൊന്നും വേണ്ട. ഈ സിനിമ ഇറങ്ങുമ്പോഴ് അവന്മാരെ എല്ലാരും ശിക്ഷിക്കും. അത് കണ്ട് നീ സന്തോഷിക്കുക.
നിനക്ക് മോക്ഷം കിട്ടും. ഇല്ലെങ്കിൽ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞടക്കും. ഞാൻ ചില മന്ത്രങ്ങൾ ഒരുവിടും. അത് നിനക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാക്കും. സമ്മതമെങ്കിൽ സ്വീകരിക്കും. എനിക്ക് സമ്മതമാണ്. ഇനി ഈ ശരീരമില്ലാതെ ഞാൻ ഈ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞിട്ട് എന്ത് കാര്യം? എനിക്കും വേണം പുനർജന്മം. എനിക്കറിയാം നിങ്ങളൊരു ദിവ്യനാണെന്ന്. എല്ലാം അറിയുന്നവൻ. നിനക്ക് പുനർജന്മം ഉണ്ടാകും. ഈ ജന്മത്തിൽ നടക്കാത്തത് നിനക്ക് അടുത്ത ജന്മത്തിൽ നടക്കും. എന്റെ കൈകൾ നിന്റെ ശിരസിൽ വെക്കുന്നതോടെ നിനക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകും. Start camera. Rolling, sir. Action.